ചെയ്യാൻ പോകുന്നത് ലിമിറ്റ്സ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ് ആണ്. ഓക്കെ, സോ ഫുഡ് അഡിറ്റീവ്സ് എന്നത് നമ്മൾ എന്താണ് എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഫുഡിനകത്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസസ്. ഓക്കെ, അത് നാച്ചുറലി ഉണ്ടാവാം, അല്ല നമ്മൾ ഇന്റൻഷനലി ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനവും ഉണ്ട്. സോ അതിനകത്ത് തന്നെ എന്തുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ളതും ഉണ്ട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ളതും ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്താ കഴിച്ചിട്ട് നമുക്ക് ഹാം എഫക്ട്സ് കോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, എന്നാലും നമ്മൾ കഴിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്ന സാധനങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫുഡിനകത്ത് നാച്ചുറലി ഉള്ളതല്ലാതെ അതിന്റെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും കൂടുതൽ സാധനം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അഡീഷണൽ അതർ ദാൻ അതിന്റെ നാച്ചുറൽ കമ്പോണൻസ് നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. Okay, and here we are going to discuss about the limitations of food additives. That നമ്മുടെ ഗവൺമെന്റ് ഈ certain ഫുഡ് അഡിറ്റീവ്സിന് കുറച്ച് ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെർമിറ്റഡ് ലെവൽസ് ഉണ്ട്. അതായത് അത്ര എമൗണ്ട് ഓഫ് ഫുഡ് അഡിറ്റീവിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിനെ മാത്രമേ നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ സിംപ്ലി പറഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാ, നോർമലി ചിലപ്പോൾ പാല് കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ട്, പാല് കുറവ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ നോർമലി എന്താ ചെയ്യാ, നമ്മൾ 1/2 ഗ്ലാസ് പാല് അതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം, അതൊരു സ്റ്റാൻഡേർഡ്, അതായത് പ്രോപ്പർ ആയിട്ട് നല്ലൊരു ചായ കിട്ടാൻ നമ്മൾ ആ ഒരു കണക്കാണ് ഉപയോഗിക്കുക. സോ അങ്ങനെ അതിന് വേണ്ട കണക്ക്. അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ, ചില ചീത്തയാവില്ല, അതിൽ കുറഞ്ഞു പോയാൽ ചില രുചി ഇതാവില്ല. സോ ഡിപ്പെൻസ്. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അളവുണ്ട്. അപ്പം ഈ അഡിറ്റീവ്സിന്റെ അളവ് പറയുന്നത് ആരാണ്, നമ്മുടെ ഗവൺമെന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് കോഡെക്സ് എലിമെന്റേറിയസ് കമ്മീഷൻസിനെയും നമ്മുടെ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർ ഓൾറെഡി ദേ ആർ ഓൾറെഡി ക്രിയേറ്റഡ് സർട്ടൻ ലിമിറ്റ്സ്. ആ ഒരു ലിമിറ്റ്സ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഫുഡിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ food additives are the substances that are intentionally added to food during processing, packaging, or storage to perform specific functions such as improving safety, extending shelf life, enhancing flavor, improving texture, or maintaining appearance. So food additives പറയുന്നത് എന്താണ്, നമ്മൾ ഇതിനകത്തേക്ക് ഇന്റൻഷനലി ആഡ് ചെയ്ത് കൊടുക്കുന്ന, അതായത് ഫുഡിന്റെ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ഇന്റൻഷനലി ആഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ഡ്യൂറിങ് ഇറ്റ്സ് പ്രോസസ്സിംഗ്, ഡ്യൂറിങ് ഇറ്റ്സ് പാക്കേജിങ്, സ്റ്റോറേജ്, അത് ഒരു ഫൈനൽ ഒരു കൺസ്യൂമറിന്റെ അടുത്ത് എത്തണത് വരെ നമ്മൾ അതിന്റെ ഫുഡ് അഡിറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനൊക്കെ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഇറ്റ് ഷെൽഫ് ലൈഫ് ആൻഡ് in order to improve its safety, enhancing flavor, improve texture, അതിന്റെ ഓവറോൾ അപ്പിയറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഫുഡ് അഡിറ്റീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ബി നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. നാച്ചുറൽ ഫുഡ് അഡിറ്റീവ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഉപ്പ്, പഞ്ചസാര, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ. വിനെഗർ ഓർ അസറ്റിക് ആസിഡ്, ദേ ആർ നാച്ചുറൽ ഫുഡ് അഡിറ്റീവ്സ്. ആൻഡ് സിന്തറ്റിക് ആയിട്ട് പറയുന്നത് എന്താണ്, സോഡിയം ബെൻസോയേറ്റ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഇമൾസിഫയേഴ്സ്. എല്ലാ ഇമൾസിഫയേഴ്സ് അല്ല, സർട്ടൻ കൈൻഡ് ഓഫ് ഇമൾസിഫയേഴ്സ്, അതൊക്കെ അവര് സിന്തറ്റിക് ആണ്. ഓക്കെ, അതായത് നമ്മൾ കെമിക്കലി ഉണ്ടാക്കി എടുക്കുന്നത്. സോ ഇത് തന്നിരിക്കുന്ന നമ്മുടെ ഫുഡ് അഡിറ്റീവ്സിന്റെ പല ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ്. ലൈക്ക് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. എന്തിനാണ് നമ്മൾ ഫുഡിനകത്ത് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഫുഡ് ഫ്രം സ്പോയിലേജ്. ഫുഡിനകത്ത് സ്പോയിലേജ് ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ ഫുഡിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് പ്രിസർവേറ്റീവ്സ്, ലൈക്ക് ഏതൊക്കെയാണ്, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം സോർബേറ്റ്, ഇതൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് commonly in case of food industries. Okay, so the next one is antioxidants, which is used to prevent oxidation and rancidity. Normally നമ്മുടെ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് പ്രൊഡക്ട്സിനകത്ത് they becomes rancid when they are come in contact with എയർ അല്ലെങ്കിൽ വാട്ടറിനോട് അവർ കോണ്ടാക്റ്റിൽ വരുമ്പം എന്ത് പറ്റും, അവര് റാൻസിഡ് ആവും, അല്ലെങ്കിൽ എന്താ പറ്റും, കനച്ചു പോകും. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അതിനേതൊക്കെയാ, അസ്കോർബിക് ആസിഡ് ഉണ്ട്, BHA, ഇതൊക്കെ BHA എന്ന് വെച്ചാൽ ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, BHT എന്ന് വെച്ചാൽ ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവീൻ. ഓക്കെ, ദെൻ കളർ ഏജന്റ്സ്. കളറിംഗ് ഏജന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്ത് ഈ ചില സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളർ ഒന്ന് ഡിം ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാധനം എടുക്കാം,
ഇപ്പോ ചില ഇപ്പോ എന്റെ സ്വന്തം എക്സ്പീരിയൻസ്, നമ്മൾ മോരറൊക്കെ ഉണ്ടാക്കുമ്പോ ഇല്ലേ, ചില സാധനങ്ങൾ മോരർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമലി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടും. നമുക്ക് അത് ഇടുമ്പോ തോന്നും അത് കുറവാണെന്ന്. പക്ഷെ ഇച്ചിരി കൂടി ഇട്ട് കഴിയുമ്പോൾ ഒന്ന് തിളച്ചിലേക്ക് ഒന്ന് നല്ല ചൂടായി വരുമ്പോ എന്താവും, അതിന്റെ കളർ കൂടും. ഓക്കെ, സോ അതുപോലെ നമ്മുടെ ചില ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്, നമ്മൾക്ക് ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ അതിനൊരു കളർ ആയിരിക്കും, പക്ഷെ ആഫ്റ്റർ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ കളർ വേരി ചെയ്യും. ഓക്കെ, സോ അപ്പൊ ചിലപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കളർ ആയിരിക്കും, ചിലപ്പോൾ ആ കളർ നമുക്ക് അക്സെപ്റ്റബിൾ ആവില്ല. അല്ലെങ്കിൽ ചില ഫുഡ് പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ലഡു, ജിലേബി ഒക്കെ പല കളറിൽ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം ചിലർക്ക് എന്തായിരിക്കും, ഓറഞ്ച് കളർ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പച്ച ഇഷ്ടമായിരിക്കും. സോ ഡിപ്പെൻസ്. സോ നമ്മൾ അതിലേക്ക് ഫുഡിനകത്തേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളറിങ് ഏജൻസി യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ നാച്ചുറൽ കളർ ഉണ്ടാവും, നമ്മൾ അത് കുക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡ്യൂറിങ് ഇറ്റ്സ് പ്രോസസ്സിങ് അതിന്റെ ആ കളറ് എന്താ ഇതായി പോവും, ഫെയ്ഡ് ആയി പോവും. അപ്പൊ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളറിങ് ഏജൻസി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫ്ലേവറിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഫ്ലേവറിംഗ് ഏജൻസ് എന്താന്ന് വെച്ചാൽ ദേ ആർ യൂസ് ടു ഇംപ്രൂവ് ഓർ ആഡ് ടേസ്റ്റ് ആൻഡ് അരോമ. നമ്മുടെ ഫുഡിനകത്ത് ടേസ്റ്റ് അല്ലെങ്കിൽ അരോമ അല്ലെങ്കിൽ അതിന്റെ ഓവറോൾ ഒരു ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലേവറിംഗ് ഏജൻസി യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ വാനിലിൻ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അല്ലെങ്കിൽ നമ്മൾ എസൻസ് ഒക്കെ ആഡ് ചെയ്യില്ലേ, അതെന്തിനാ, അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യും. ബിരിയാണിക്ക് അത് നമ്മൾ വാനില എസൻസിൽ പൈനാപ്പിൾ എസൻസ് ഒക്കെ ആഡ് ചെയ്യില്ലേ, ചിലപ്പോൾ പൈനാപ്പിൾ ആഡ് ചെയ്യും. അല്ലത് കിട്ടില്ലെങ്കിൽ നമ്മൾ എസൻസ് ആഡ് ചെയ്യും. എന്തിനാ, അതിന്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സംഭവം ഒന്നുകൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഇമൾസിഫയേഴ്സ്. ഇമൾസിഫയേഴ്സ് എന്താണെന്ന് വെച്ചാൽ കീപ് ഓയിൽ ആൻഡ് വാട്ടർ മിക്സ്ഡ്. നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ ഉണ്ടാക്കും, എങ്ങനെ, നന്നായിട്ട് ബീറ്റ് ചെയ്ത്, അത് ആദ്യം എടുക്കുമ്പോൾ നല്ല ലിക്വിഡി നേച്ചർ ആയിരിക്കും. അത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിനകത്ത് ഒരു മെക്കാനിക്കൽ ആക്ഷൻ നമ്മൾ കൊടുക്കും. അപ്പൊ അത് നമുക്ക് ക്രീം രീതിയിലേക്ക് കിട്ടും. ഓക്കെ, സോ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു മെക്കാനിക്കൽ ആക്ഷൻ ആണ്. എല്ലാത്തിന്റെയും കേസ് നമ്മൾ മെക്കാനിക്കൽ ആക്ഷൻ മാത്രം ചെയ്യുന്നത് കൊണ്ട് അതൊരു നല്ലൊരു മിസിബിൾ ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ഇമൾസിഫയേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മയണൈസിനകത്ത് നമ്മൾ ചിലപ്പോൾ വിനേഗർ ആഡ് ചെയ്യും. അതിനകത്ത് വിനേഗർ ഒരു ഇമൾസിഫയിങ് ഏജന്റ് ആണ്. പക്ഷെ വിനേഗർ ആഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് മയണൈസ് അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ഇച്ചിരി വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി എണ്ണയും പിന്നെ മുട്ടയുടെ വെള്ളയും ഈ വിനേഗറും കൂടെ ആയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും. ബീറ്റ് ചെയ്യുന്ന അപ്പം അവിടുത്തെ മെക്കാനിക്കൽ ആക്ഷൻ. അപ്പൊ ആ മെക്കാനിക്കൽ ആക്ഷൻ പ്ലസ് അതിനകത്ത് ഒരു ഇമൾസിഫയർ ഉണ്ട്, അസിറ്റിക് ആസിഡ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അത് ആ മയണൈസിന്റെ രീതിയിൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് ഈ വെള്ളം ഒരിടത്ത് കിടക്കും, അല്ലെങ്കിൽ എണ്ണ ഒരിടത്ത് കിടക്കും, അങ്ങനെ പലതും പലയിടത്തായിട്ട് കിടക്കും. ഓക്കെ, സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമൾസിഫയേഴ്സ് ഏതൊക്കെയാണ്, ലെസിത്തിൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമൾസിഫയേഴ്സ് ആണ്. പിന്നെ പറയുന്നതാണ് തിക്നേഴ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ്. തിക്നേഴ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എസ്പെഷ്യലി ഇൻ ബേക്കിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ബേക്കിംഗ് ആൻഡ് കൺഫെക്ഷണറീസ് നമ്മുടെ ആ ഫൈനൽ പ്രോഡക്റ്റിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്നേഴ്സ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഐസ്ക്രീംസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിക്നേഴ്സ് യൂസ് ചെയ്യുന്നത്. സാന്തൻ ഗം, ഗ്വാർ ഗം, ഇതൊക്കെയാണ് നമ്മുടെ തിക്നേഴ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് സ്വീറ്റ്നെസ്. നമ്മുടെ ഫുഡിനകത്ത് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വിത്തൗട്ട് കാലറീസ്. ഓക്കെ, നോർമലി സ്വീറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. സോ ഹൈ കാലറി ആണ്. സോ നമുക്ക് വിത്തൗട്ട് കാലറി ഇല്ലാതെ നമ്മുടെ ഫുഡിനകത്ത് കുറച്ച് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് സ്വീറ്റ്നേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്വീറ്റ്നേഴ്സിനകത്ത് തന്നെ നോൺ കാലറിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അസ്പാർട്ടീം, സുക്രലോസ്, സ്റ്റീവിയ, ഇതൊക്കെയാണ് നമ്മൾ സ്വീറ്റ്നേഴ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ദ ഫങ്ഷണൽ റോൾ ഓഫ് ഫുഡ് അഡിറ്റീവ്സ് ക്ലാസിഫൈഡ് ആസ് പെർ കോഡെക്സ് എലിമെന്റേറിയസ്. കോഡെക്സ് എലിമെന്റേറിയസ് വഴി നമ്മൾ ഫുഡ് അഡിറ്റീവ്സിനെ അവർ സർട്ടൻ ഫംഗ്ഷൻ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മളിപ്പം ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആസിഡ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ആസിഡ് യൂസ് ചെയ്യുന്നത്, ഇൻക്രീസസ് ദ ആസിഡിറ്റി ഓർ ആൽക്കലിറ്റി ഓഫ് എ ഫുഡ്. ഒരു ഫുഡിന്റെ ആസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആസിഡിനെ യൂസ് ചെയ്യുന്നത്. അതിന് സബ് ക്ലാസ്സസ് വരുന്നത് അല്ലെങ്കിൽ ആസിഡിഫയേഴ്സ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ പറയുന്നത് ആസിഡിറ്റി റെഗുലേറ്റേഴ്സ്. ആസിഡിറ്റി റെഗുലേറ്റേഴ്സ്
alters or control the acidity or alkalinity of a food. ഒരു ഫുഡിന്റെ ആൽക്കലിറ്റി അല്ലെങ്കിൽ എന്താണ് അസിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്, നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് എന്ത് ആസിഡിറ്റി റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരാം? ആസിഡ് വരാം, ആൽക്കലി വരാം, ബേസ് വരാം, ബഫർ ഏജൻസ് വരാം, ബഫർ സൊല്യൂഷൻസ് വരാം, പിന്നെ അല്ല pH അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള ഏജൻസ് വരാം. ഓക്കെ, അടുത്തതാണ് ആന്റി കേക്കിംഗ് ഏജൻസ്. ആന്റി കേക്കിംഗ് ഏജൻസ് എന്താന്ന് വെച്ചാൽ റെഡ്യൂസസ് ദ ടെൻഡൻസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ടു അധിയർ ടു വൺ അനദർ. അതായത് ചില ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ക്ലംപി ആയിട്ടിരിക്കും. ഓക്കെ, ലൈക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ അതിനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പാത്രം തുറന്നു വെക്കാന്നുണ്ട്, വെളിയിൽ നിന്നൊക്കെ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടകട്ടയായിട്ടിരിക്കും. ഓക്കെ, അതിനാണ് ക്ലംപിനെസ് പറയാം. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ആന്റി കേക്കിംഗ് ഏജൻസ്. അതിനകത്ത് ഏതൊക്കെ വരും? ആന്റി കേക്കിംഗ് ഏജൻസ്, ആന്റി സ്റ്റിക്ക് ഏജൻസ്, ഡ്രൈയിങ് ഏജൻസ്, ഡസ്റ്റിംഗ് പൗഡേഴ്സ്, റിലീസ് ഏജൻസ്. ഇതൊക്കെ എന്താണ് ഈ ആന്റി കേക്കിംഗ് ഏജന്റിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, ആന്റി സ്റ്റിക്ക് ഏജൻസിന്റെ, ഡ്രൈയിങ് ഏജൻസ് ഉണ്ട്, ഡസ്റ്റിംഗ് പൗഡർ ഉണ്ട്, റിലീസ് ഏജന്റ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് ആന്റി ഫോമിംഗ് ഏജൻസ്. ആന്റി ഫോമിംഗ് ഏജൻസ് എന്താന്ന് വെച്ചാൽ പ്രിവെന്റ്സ് ഓർ റെഡ്യൂസസ് ഫോമിംഗ് ആന്റി ഓക്സിഡന്റ് സിനർജിസ്റ്റ്. അതായത് ഫുഡിനകത്ത് ഫോം ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യിക്കുന്നതാണ് എന്ത് ആന്റി ഫോമിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡൻസ് എന്താന്ന് വെച്ചാൽ prolongs the shelf life of food by protecting against deterioration caused by oxidation such as fat, rancidity and color changes. സോ ആന്റി ഓക്സിഡൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്ത് നോർമലി എന്താണ് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, എണ്ണ, ബട്ടർ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മുടെ ഡയറക്റ്റ് എയറുമായിട്ടോ അല്ലെങ്കിൽ വാട്ടറുമായിട്ടോ ഒക്കെ കോണ്ടാക്ട് വരുമ്പം എന്ത് പറ്റും? അവര് റാൻസ്ഡ് ആവും. അതായത് അവര് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ഫ്രീ ഫാറ്റി ആസിഡ്. അപ്പൊ ഇവരെ ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താ ഫോം ചെയ്യും? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ആന്റി ഓക്സിഡൻസ് ഇനർ സിസ്റ്റം, സീക്വസ്ട്രൻസ്, ഇതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ പറയുന്നതാണ് ബൾക്കിംഗ് ഏജന്റ്. ബൾക്കിംഗ് ഏജന്റ് എന്താണെന്ന് വെച്ചാൽ എ സബ്സ്റ്റൻസ് അതർ ദാൻ എയർ ഓർ വാട്ടർ വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ബൾക്ക് ഓഫ് എ ഫുഡ് വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കന്റ്ലി ടു ഇറ്റ്സ് അവൈലബിൾ എനർജി വാല്യൂ. ഓക്കെ, ബൾക്കിംഗ് ഏജന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ്, ഓക്കെ, അതർ ദാൻ എയർ ഓർ വാട്ടർ, എയറോ വാട്ടറോ അല്ലാതെ വേറൊരു സബ്സ്റ്റൻസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ബൾക്ക് ഓഫ് എ ഫുഡ്. അതെന്താ? ആ ഫുഡിന്റെ ക്വാണ്ടിറ്റിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കന്റ്ലി ടു ഇറ്റ്സ് അവൈലബിൾ എനർജി. ആ ഫുഡിനകത്തുള്ള എനർജിയെ അസോസിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ എനർജി അഫക്ട് ചെയ്യാതെ അതിന്റെ ബൾക്ക്നെസ്സിനെ അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ഓവറോൾ വോളിയത്തിനെ കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സാധനം ഒരുപാട് ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏജന്റ് ആണ് ബൾക്കിംഗ് ഏജന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫില്ലേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ദെൻ കളർ എന്താന്ന് വെച്ചാല് ആഡ് ഓർ റീസ്റ്റോഴ്സ് കളർ ഇൻ എ ഫുഡ്. നമ്മൾ ഒരു ഫുഡിനകത്ത് ചിലപ്പോൾ നമ്മൾ പ്രോസസ് ചെയ്യുമ്പം അതില്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ കളറ് ഡിം ആവാന്നുണ്ടെങ്കിൽ അതിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കളർ റിറ്റൻഷൻ ഏജൻസ്. കളർ റിറ്റൻഷൻ ഏജൻസ് ആണ്. ഇപ്പൊ ഒരു സാധനത്തിന്റെ കളർ കുറഞ്ഞു പോയതിനകത്ത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? കളർ കൂടി. പക്ഷെ ആ കളർ അങ്ങനെ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി കഴിയുമ്പോൾ വേണം വീണ്ടും ആ കളർ പോവാം. ഓക്കെ, സോ അപ്പം ആ കളറിനെ റിറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കളർ റിറ്റൻഷൻ ഏജൻസ് എന്ന് പറയുന്നത്. അത് ഫുഡിന്റെ കേസിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പറയും, നമ്മളിപ്പം എല്ലാവരും കാണുന്നതായിരിക്കും തുണിയൊക്കെ ഡൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ കാണുന്നത് തുണിയൊക്കെ ഡൈ ചെയ്യുമ്പോൾ ആദ്യം അവര് ഒരു ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ട് അതിനകത്ത് ആദ്യം കളർ ഇങ്ക് ഇടും. എന്നിട്ട് അത് നന്നായിട്ട് കലക്കിയിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് തുണി മുക്കി കഴിഞ്ഞ് എടുത്തിട്ട് അത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? ഒരു കളർ ഫിക്സറിൽ മുക്കും. ഓക്കെ, അതാണ് നമ്മുടെ കളർ റിറ്റൻഷൻ ഏജന്റ് എന്ന് പറയുന്നത്. കളർ ഫിക്സേറ്റീവ് അല്ലെങ്കിൽ കളർ സ്റ്റെബിലൈസർ. അത് എന്തിനാണ് അതിനകത്ത് മുക്കുന്നത്? അതിന്റെ ആ ഒരു കളറ് അതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമൾസിഫയർ എന്ന് പറയുന്നത്. ഇമൾസിഫയർ എന്താന്ന് വെച്ചാൽ ഫോംസ് ഓർ മെയിൻറ്റെയിൻസ് എ യൂണിഫോം മിക്സ്ചർ ഓഫ് ടു ഓർ മോർ ഇമ്മിസിബിൾ ഫേസസ് വിച്ച് സർഫസസ് സോയിൽ
ഓർ വാട്ടർ ഇൻ എ ഫുഡ്. അതായത് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ്, ഓയിലും വാട്ടറും, അവർ മിസിബിൾ ആണോ? അല്ല. സോ ആ രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ മിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് എന്ത്? ഇമൾസിഫയർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്? ഇമൾസിഫയർ ഉണ്ട്, പ്ലാസ്റ്റിസൈസർ ഉണ്ട്, ഡിസ്പേഴ്സിംഗ് ഏജന്റ് ഉണ്ട്, സർഫസ് ആക്റ്റീവ് ഏജന്റ് ഉണ്ട്, സർഫെക്റ്റന്റ് ഉണ്ട്, വെറ്റിംഗ് ഏജന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇമൾസിഫയറിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അടുത്തതാണ് ഇമൾസിഫൈങ് സോൾട്ട് എന്ന് പറയുന്നത്. ഇമൾസിഫൈങ് സോൾട്ട് എന്താണ്? rearranges cheese proteins in the manufacture of a processed cheese in order to prevent fat separation. സോ അതിനകത്ത് ഈ ചീസിന്റെ ഒക്കെ മാനുഫാക്ചറിങ് സമയത്ത് അതിനകത്തെ എന്താ പറയാ, ചീസ് പ്രോട്ടീൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്താ ഫാറ്റ് സെപ്പറേഷൻ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് എന്ത്? ഇമൾസിഫൈങ് സോൾട്ട് എന്ന് പറയുന്നത്. മെൽഡിങ് സോൾട്ട്, സീക്വെസ്ട്രന്റ്. ഓക്കെ, സീക്വെസ്ട്രന്റ് ഇപ്പം നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ കേസിൽ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഇമൾസിഫൈങ് സോൾട്ട് ആയിട്ടും എന്താണ് നമ്മൾ സീക്വെസ്ട്രൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഫേമിംഗ് ഏജന്റ്. ഫേമിംഗ് ഏജന്റ് എന്താണെന്ന് വെച്ചാൽ മേക്സ് ഓർ കീപ്സ് ടിഷ്യൂ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫേം ആൻഡ് ക്രിസ്പ് ഓർ ഇന്ററാക്ട്സ് വിത്ത് ജെല്ലിംഗ് ഏജന്റ്സ് ടു പ്രൊഡ്യൂസ് എ സ്ട്രെങ്തൻ എ ജെൽ. സോ ഫേമിംഗ് ഏജന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ജാം, ജെല്ലി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിനൊക്കെ എന്താണ് പെക്റ്റിൻ കണ്ടന്റ് ഹൈ ആണോ നമ്മൾ എപ്പോഴും പറയും. കാരണം പെക്റ്റിൻ കണ്ടന്റ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ എന്ത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൽ ആ ഒരു ജെല്ലിംഗ് കൺസിസ്റ്റൻസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഫേം ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, ഗുഡ് ആയിരിക്കണം. സോ അതിന് എന്താ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിന്റെ ഒരു ഫേം നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ ഫേമിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് ഫ്ലേവർ എൻഹാൻസേഴ്സ്. എൻഹാൻസേഴ്സ് ദ എക്സിസ്റ്റിംഗ് ടേസ്റ്റ് ആൻഡ് ഓർഡർ ഓഫ് എ ഫുഡ്. അതായത് ഫുഡിന്റെ എക്സിസ്റ്റിംഗ് ടേസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫ്ലേവർ എൻഹാൻസർ എന്ന് പറയുന്നത്. ഫ്ലേവർ എൻഹാൻസർ, ഫ്ലേവർ മോഡിഫയേഴ്സ്, ടെൻഡറൈസേഴ്സ്, ഇതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അടുത്തത് ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജന്റ്. ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ? എ സബ്സ്റ്റൻസ് ആഡഡ് ടു ഫ്ലോർ ടു ഇംപ്രൂവ് ഇറ്റ്സ് ബേക്കിംഗ് ക്വാളിറ്റി ഓർ കളർ. അതായത് ആ ഫുഡിന്റെ ബേക്കിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ കളറിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ ഒരു സബ്സ്റ്റൻസിനെയാണ് എന്ത്? ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജന്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താ അരിപ്പൊടി ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്, റാഗിപ്പൊടി ഉണ്ട്, പല ടൈപ്പ് പൊടിയുണ്ട്, പല ഫ്ലോർസ് ഉണ്ട്. സോ അതിന്റെയൊക്കെ എന്താണ് അതിന്റെ ആ ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ അതിന്റെ കളറിനെ ഒക്കെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് എന്ത്? ഈ ഫ്ലോർ ട്രീറ്റ്മെന്റ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബ്ലീച്ചിങ് ഏജന്റ്സ് ഉണ്ട്, എന്താ പിന്നെ ഏതൊക്കെയാണ്? ബ്ലീച്ചിങ് ഏജന്റ്സ് വരും, ഡോ ഇംപ്രൂവർ വരും, ഫ്ലോർ ഇംപ്രൂവർ വരും. ഇതൊക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ്. ദെൻ പറയുന്നതാണ് ഫോമിംഗ് ഏജന്റ്സ്. ഫോമിംഗ് ഏജന്റ്സ് എന്താണെന്ന് വെച്ചാൽ മേക്സ് ഇറ്റ് പോസിബിൾ ടു ഫോം ഓർ മെയിൻറ്റെയിൻ ഇൻ യൂണിഫോം ഡിസ്പേർഷൻ ഓഫ് എ ഗേഷ്യസ് ഫേസ് ഇൻ എ ലിക്വിഡ് ഓർ സോളിഡ് ഫുഡ്. നമ്മൾ ആന്റി ഫോമിംഗ് ഏജന്റ്സ് പറഞ്ഞു. ആന്റി ഫോമിംഗ് ഏജന്റ്സ് എന്താണ്? ഫോമിംഗ് ഉണ്ടാക്കേണ്ടാത്തതിനെ, അതായത് ഫോം ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത്? ആന്റി ഫോമിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്? ഫോമിംഗ് ഏജന്റ്സ്. അതായത് ഒരു ഫുഡ് പ്രൊഡക്റ്റിനകത്ത് എന്താ ഫുഡ് പ്രൊഡക്റ്റിനകത്ത് ഫോം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളതിനെയാണ് എന്ത്? ഫോമിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അതായത് എന്താ ഒരു ലിക്വിഡിനകത്തോ അല്ലെങ്കിൽ സോളിഡിനകത്തോ ഒരു ഗേഷ്യസ് ഫേസ് വെച്ച് ഡിസ്പേഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്താ ഫോം ഉണ്ടാവുന്നതിനെയാണ് ഫോമിംഗ് ഏജന്റ് എന്ന് പറയാം. അതിനെന്തൊക്കെ യൂസ് ചെയ്യുന്നത്? വിപ്പിംഗ് ഏജന്റ് ഉണ്ട്, എയറേറ്റിംഗ് ഏജന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഫോമിംഗ് ഏജന്റ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ അത് കഴിഞ്ഞ് പറയുന്നതാണ് എന്ത്? ജെല്ലിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ജെല്ലിംഗ് ഏജന്റ് എന്താന്ന് വെച്ചാല് gives a food texture through the formation of a എന്താണ്? ജെൽ. അതായത് നമ്മുടെ ഫുഡിന് ഒരു എന്താ ജെല്ലിന്റെ നേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ജെല്ലിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജെൽ കൺസിസ്റ്റൻസി ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ജെല്ലിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ അതിന് ഏതൊക്കെയുണ്ട്? ഇപ്പൊ ഗാർഗം, പെക്ടിൻ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ജെല്ലിംഗ് ഏജന്റ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ അടുത്താണ് ഗ്ലേസിംഗ് ഏജന്റ്സ്. ഗ്ലേസിംഗ് ഏജന്റ്സ് എന്താന്ന് വെച്ചാൽ എ സബ്സ്റ്റൻസ് വിച്ച് വെൻ അപ്ലൈഡ് ടു ദ എക്സ്റ്റേണൽ സർഫേസ് ഓഫ് എ ഫുഡ് ഇമ്പാർട്ട്സ് എ ഷൈനി അപ്പിയറൻസ് ഓർ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്. അതായത് നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെന്താണ് ഒരു ഷൈനി അപ്പിയറൻസ് കൊടുക്കാനോ കപ്പാസിറ്റി ഉള്ള ഏജന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലേസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ലൈക് കോട്ടിംഗ്, സീലിംഗ് ഏജന്റ്, പോളിഷ്. ഇപ്പൊ എന്താ നമ്മൾ ഒന്നെങ്കിൽ എഗ് വൈറ്റ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ ഓയിൽ ആഡ് ചെയ്യാറുണ്ട്, മിൽക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ എന്താണ്? ആ ഒരു ഗ്ലോസി നേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നതാണ് ഹ്യൂമെക്ടന്റ്.
ഹ്യൂമക്ടന്റ് എന്താന്ന് വെച്ചാൽ പ്രിവെന്റ്സ് ഫുഡ് ഫ്രം ഡ്രൈയിങ് ഔട്ട് ബൈ കോൺട്രാക്ടിങ് ദ എഫക്ട് ഓഫ് ആൻ വെറ്റിംഗ് ഏജന്റ് അറ്റ്മോസ്ഫിയർ ഹാവിംഗ് എ ലോ ഡിഗ്രി ഹ്യൂമിഡിറ്റി. ഓക്കെ, ഹ്യൂമക്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്തുള്ള മോയ്സ്ചറൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ബിസ്ക്കറ്റ് ഒക്കെയാണ് നമ്മൾ കുറച്ച് നാളും പുറത്ത് വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും, ബിസ്ക്കറ്റ് അല്ല കുക്കീസ്, അവര് എന്താ പറയാ, അവർ ഇപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള മോയ്സ്ചർ ഒക്കെ റിമൂവ് ആയിപ്പോയി അതിങ്ങനെ വിണ്ട് കീറിയ പോലെ ഇരിക്കും. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്ത്, ഹ്യൂമക്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ ഏജന്റ് അല്ലെങ്കിൽ വെറ്റിംഗ് ഏജന്റ് എന്ന് പറയും. ദെൻ പറയുന്നതാണ് എന്ത്, പ്രിസർവേറ്റീവ്. പ്രിസർവേറ്റീവ് എന്താന്ന് വെച്ചാൽ prolongs the shelf life of a food by protecting against deterioration caused by agent, ബാക്ടീരിയോഫേജ്, കൺട്രോൾ ഏജന്റ്, മൈക്രോ ഓർഗാനിസംസ്. സോ പ്രിസർവേറ്റീവ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുഡിനെ പ്രോസസ് ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ആക്കി പ്രോസസ് ചെയ്ത് നമ്മൾ അതിനെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് എന്ത് പറ്റും, അതിനകത്ത് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ പ്രോസസിങ് മെത്തേഡ് പ്രോപ്പർ ആയില്ലെങ്കിൽ. ഓക്കെ, സോ അപ്പം അങ്ങനെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അതിനകത്ത് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ഈ പ്രിസർവേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ, ആന്റി മൈക്രോബിയല്, പിന്നെ ആന്റി മൈക്കോട്ടിക്, ഇതൊക്കെ എന്താണ്, പ്രിസർവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ പറയുന്നത് പ്രൊപ്പലന്റ്. പ്രൊപ്പലന്റ് എന്താന്ന് വെച്ചാൽ എ ഗ്യാസ് അതർ ദാൻ എയർ വിച്ച് എക്സ്പെൽസ് എ ഫുഡ് ഫ്രം എ കണ്ടെയ്നർ. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് ഫുഡിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊപ്പലന്റ് എന്ന് പറയുന്നത്. അത് എയർ അല്ല, മറ്റൊരു ഗ്യാസ്. പിന്നെ റേസിംഗ് ഏജന്റ്, എ സബ്സ്റ്റൻസ് ഓർ കോമ്പിനേഷൻ ഓഫ് സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് ഗ്യാസ് ആൻഡ് ദെയർബൈ ഇൻക്രീസ് ദ വോളിയം ഓഫ് എ ഡോ. അപ്പം റേസിംഗ് ഏജന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡിനകത്ത് എന്ത് ചെയ്യും, ബേക്കിംഗ് സോഡ ഒക്കെ ആഡ് ചെയ്യും, എന്തിനു വേണ്ടിയിട്ടാ, റൈസിംഗ് ഏജന്റ് അല്ലെങ്കിൽ ലിവനിങ് ഏജന്റ് ആയിട്ട്. എന്തിനു വേണ്ടിയിട്ട്, അതിനകത്ത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡോ നമുക്ക് വേണ്ട സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മള് എന്താ പറയാ, അപ്പത്തിനൊക്കെ അരച്ചു വെക്കുകയാണെങ്കിൽ അരച്ചു വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ സോഡാപ്പൊടി ഇട്ട് നമ്മൾ രാവിലെ ഇളക്കി എടുക്കും, എന്തിനു വേണ്ടിയിട്ടാ, അതിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ആവാൻ, അത് ലീവനിങ് ഏജന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, അങ്ങനെ റിലീസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനെയാണ് റേസിംഗ് ഏജന്റ് അല്ലെങ്കിൽ ലീവനിങ് ഏജന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എന്ത്, സ്റ്റെബിലൈസർ. സ്റ്റെബിലൈസർ നമ്മൾ ഐസ്ക്രീംസിന്റെ ഒക്കെ കേസിലാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മേക്ക് ഇറ്റ് പോസിബിൾ ടു മെയിൻറ്റെയിൻ എ യൂണിഫോം ഡിസ്പേർഷൻ ഓഫ് 2 or more ഇൻവിസിബിൾ റിറ്റൻഷൻ ഏജന്റ് ഫോം സ്റ്റെബിലൈസർ സബ്സ്റ്റൻസസ് ഇൻ എ ഫുഡ്. അതായത് ഫുഡിനകത്ത് ഇപ്പം ഐസ്ക്രീമിന്റെ കേസിലാണെങ്കിലും പല കമ്പോണൻസ് ചേർന്ന് മിസിബിൾ ആക്കിയ ഒരു ഇമൾഷൻ ആണ് എന്ത്, ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇമൾഷൻ സ്റ്റെബിലൈസ് ആയിട്ട് അത് പിന്നീട് സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ബ്ലൈൻഡർ, ഫേമിംഗ് ഏജന്റ്, മോയ്സ്ചർ, വാട്ടർ, ഇതൊക്കെ എന്താണ്, നമ്മുടെ സ്റ്റെബിലൈസർ ആണ്. പിന്നെ പറയുന്നത് സ്വീറ്റ്നർ, എ നോൺ ഷുഗർ സബ്സ്റ്റൻസ് വിച്ച് ഇമ്പാർട്ട്സ് എ സ്വീറ്റ് ടേസ്റ്റ് ടു എ ഫുഡ് സ്വീറ്റ്നർ. ഒരു ഫുഡിന് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നോൺ ഷുഗർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് സ്വീറ്റ്നർ എന്ന് പറയുന്നത്. ഒരു ഫുഡിനകത്ത് സ്വീറ്റ് ടേസ്റ്റ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അതെന്താണ്, ഒരു നോൺ ഷുഗർ സബ്സ്റ്റൻസ് ആണ്. അതിനെയാണ് സ്വീറ്റ്നർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, ന്യൂട്രിറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാം. ദെൻ പറയുന്നതാണ് തിക്നർ. തിക്നർ എന്താണ്, ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് എ ഫുഡ്. ഓരോ ഫുഡിനും ഓരോ വിസ്കോസിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ വെള്ളത്തിന്റെ ഒക്കെ വാട്ടറിന്റെ വിസ്കോസിറ്റി അല്ല പറയാ, നമ്മൾ ഹണി എടുക്കുമ്പോൾ, ജ്യൂസ് എടുക്കുമ്പോൾ, പൾപ്പ് എടുക്കുമ്പോൾ, സോ ഓരോന്നിനും ഡിപ്പെൻഡ്സ് അപ്പോൺ അതിന്റെ കോമ്പോസിഷൻസ് ആൻഡ് വിസ്കോസിറ്റി എന്തായിരിക്കും, വേരി ചെയ്യും. സോ ഒരു ഫുഡിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തിക്കനിങ് ഏജന്റ് എന്ന് പറയുന്നത്. തിക്കനിങ് ഏജന്റ്, ടെക്സ്ചറൈസർ, ബോഡിങ് ഏജന്റ് എന്നൊക്കെ നമ്മളതിനെ പറയാറുണ്ട്. ഓക്കെ, സോ ഇത് ഇത്രയും പറഞ്ഞത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിറ്റീവ്സിന്റെ ഒരു ഇൻട്രോ, അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഓരോ ആൾക്കാരുടെ ഉണ്ടായാലും എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഓരോരുത്തരെ കുറിച്ച് പറയണം. അപ്പൊ നമുക്ക് അതിന്റെ എത്രയാണ് അതിന്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളും നമുക്ക് പറയാം. സോ ആദ്യം പറയുന്നത് എന്താണ്, ആന്റി ഓക്സിഡൻസ്. സോ ആന്റി ഓക്സിഡൻസ് എന്താന്ന് വെച്ചാൽ ദ culprits are the unsaturated organic molecules in food, mostly fat, pigments, vitamins and other nutrients which are highly unstable towards atmospheric oxidation. അതായത് നമ്മൾ എണ്ണയോ ബട്ടറോ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഓക്കെ, അവരെന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ ഒക്കെ ആയിട്ട് അൺസ്റ്റേബിൾ ആണ്. അതായത് അവരെയൊക്കെ കാണുമ്പോൾ ഇവരെന്ത് പറ്റും, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും.
Okay, and these undergo a variety of chemical and physical changes and form obnoxious taint and odor in stored foods. So അതുവഴി എന്താണ് നമ്മുടെ ഫുഡിന് അതിൻ്റെതായിട്ടുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നത് വഴി അതിന്റെ സ്മെല്ലിൽ വ്യത്യാസം വരും, അതിന്റെ കളറിൽ വ്യത്യാസം വരും. ഓക്കെ, ഓൾസോ ദ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ മീറ്റ്, fish, milk, and egg, which are rich in fats, especially the polyunsaturated fatty acids, are more prone to spoilage and need protection. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റ്, ഫിഷ്, മിൽക്ക് അതിനകത്തൊക്കെ എന്താ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ എന്താണ് അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അവർ നമ്മുടെ വാട്ടറുമായിട്ടോ അല്ലെങ്കിൽ എയറുമായിട്ടോ ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവർ ഡിസോസിയേറ്റ് ചെയ്യും, ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഫുഡിനെ അത് എഫക്ട് ചെയ്യും, ഫുഡിന്റെ കളറിലും ടേസ്റ്റിനും ഒക്കെ അത് എഫക്ട് ചെയ്യും. അപ്പം ഇതുപോലെ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിന് എന്ത് വേണം, നമ്മൾ അവർക്ക് സ്പോയിലേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, auto-oxidation stored foods not only spoils the flavor but also depletes them of essential fatty acids and vitamins. ഇതിനകത്ത് ഓട്ടോ ഓക്സിഡേഷൻ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കും. ഓക്കെ, എനിക്ക് നോർമൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ നടക്കും. അതെന്താണ്, അതും ഈ ഫുഡിനെ സ്പോയിൽ ചെയ്യുന്നത് കൂടാതെ അതിന്റെ ഫ്ലേവറിൽ ചേഞ്ച് ഉണ്ടാക്കും. അതിനകത്തുള്ള ഫാറ്റി ആസിഡ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ കണ്ടന്റിൽ അല്ലെങ്കിൽ വൈറ്റമിന്റെ കണ്ടന്റിനൊക്കെ എന്താണ് ഇത് സാരമായി ബാധിക്കും. Secondly, products of oxidation react with the proteins of the food, leading to loss of essential amino acids, digestibility, flavor, aroma, texture, and basically a lower nutrition value of the food. ഇനി അതുകൂടാതെ എന്താണ്, നമ്മുടെ ഈ ഓക്സിഡേഷൻ വഴി ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതാണ് എന്ത്, ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും, നമ്മുടെ ഫുഡിനകത്തുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കയറി അഫക്ട് ചെയ്യും. അതുവഴി നമ്മുടെ ഫുഡിന്റെ ഡൈജസ്റ്റബിലിറ്റി, അതിന്റെ ഫ്ലേവർ, അതിന്റെ അരോമ, അതിന്റെ ടെക്സ്ചർ, അതുവഴി എന്താണ് നമ്മുടെ ഓവറോൾ ആ ഫുഡിന്റെ എന്താ ഡൈജസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ന്യൂട്രീഷൻ വാല്യൂവിനെ ഇത് മൊത്തത്തിൽ അഫക്ട് ചെയ്യും. സോ എന്താണ് ആന്റി ഓക്സിഡന്റ്? അപ്പൊ ആന്റി ഓക്സിഡൻസ് എന്താണ്? Those means a substance which when added to food retards or prevent oxidative deterioration of food. ഒരു ഫുഡിനകത്ത് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡിറ്റോറിയേഷൻ, അതായത് ഓക്സിജന്റെയോ അല്ലെങ്കിൽ എന്താ വാട്ടറിന്റെയോ അല്ലെങ്കിൽ ഓട്ടോ ഓക്സിഡേഷനോ പ്രിവെന്റ് ചെയ്ത് നമ്മുടെ ഫുഡിന് ആ റാൻസിഡ് കളറും ഫ്ലേവറും ഒക്കെ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് എന്ത്, ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് additive regulation 2011, this does not include substances like sugar, cereal, oils, flours, herbs and spices. So ഈ ആന്റി ഓക്സിഡൻസിന്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നില്ല, ഷുഗർ, സിറിയൽസ്, ഓയിൽസ്, ഫ്ലോർസ്, ഹെർബ്സ്, സ്പൈസസ്, ഇവരാരും എന്താണ് ഈ ആന്റി ഓക്സിഡന്റ് അണ്ടറിൽ വരുന്നില്ല. ഓക്കെ, ഇതെല്ലാം കൂടി അല്ലെങ്കിൽ ഇത് എന്തിന്റെ ഇതിലാ പറയുന്നത്, ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുഡ് അഡിറ്റീവ് റെഗുലേഷൻ 2011 അതിന്റെ ബേസിലാണ് പറയുന്നത്. ആരൊക്കെയാണ് നമ്മൾ ഇതിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ്, ഷുഗർ, സിറിയൽസ്, ഓയിൽസ്, ഫ്ലോർ, ഹെർബ്സ്, സ്പൈസസ്. Okay, under the regulation, no antioxidant other than lecithin, ascorbic acid and tocopherol shall be added to any food. Okay, ഈ റെഗുലേഷന്റെ അണ്ടറിൽ ഈ ആന്റി ഓക്സിഡൻസ് അതർ ദാൻ ഏതൊക്കെയാണ്, ലെസിത്തിൻ, അസ്കോബിക് ആസിഡ്, ടോക്കോഫെറോൾ, ഇവരെയൊക്കെ എന്താണ് നമുക്ക് ഫുഡിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എന്ത്, നമ്മുടെ സെർട്ടൈൻ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈഥൈൽ ഗ്യാലേറ്റ്, പ്രൊപ്പൈൽ ഗ്യാലേറ്റ്, പിന്നെന്താ ഓക്ടൈൽ ഗ്യാലേറ്റ്, ഡോഡെക്കൈൽ ഗ്യാലേറ്റ്, അസ്കോബിൽ പാൽമിറ്റേറ്റ്, പിന്നെന്താണ് ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഗ്യാലിക് ആസിഡ്, റെസിൻ ഗ്രേസ്, എന്താ TBHQ അല്ലെങ്കിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനോൺ, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം നമ്മുടെ എന്താണ് ആന്റി ഓക്സിഡൻസ് ആണ്. സോ ഇതിനകത്ത് ഈ ഈഥൈൽ ഗ്യാലേറ്റ്, പ്രൊപ്പൈൽ ഗ്യാലേറ്റ്, ഒക്ടൈൽ ഗ്യാലേറ്റ്, ഡോഡെക്കൈൽ ഗ്യാലേറ്റ്, അസ്കോബൈൽ പാൽമിറ്റേറ്റ്, ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മൾ മിക്സർ ആയിട്ട് ഇൻഡിവിജ്വലിയും അല്ലെങ്കിൽ അവരുടെ മിക്സർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ യൂസ് ചെയ്താലും എത്രയാണ്, 0.01% ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇൻഡിവിജ്വലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താ, ഡോഡെക്കൈൽ ഗ്യാലേറ്റിന് എത്രയാണ്, 0.05%, അസ്കോബൈൽ പാൽമിറ്റേറ്റിന്റെ എത്രയാണ്, 0.02%, BHA എത്രയാണ്, 0.02%. ഓക്കെ, ആ രീതിയിലൊക്കെ ആണെങ്കിൽ ഇത്രയും ലിമിറ്റിൽ മാത്രമേ എന്ത് നമ്മൾ ഫുഡിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ദെൻ സിട്രിക് ആസിഡിന്റെ ഒക്കെ കേസിൽ സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഇവ രണ്ടുപേരും എന്താണ് GMP അല്ലെങ്കിൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്. അതിന്റെ കേസിൽ എന്താണ് നമുക്ക് GMP എന്ന് തന്നിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഇത്ര ലിമിറ്റ് ഒന്നല്ല,
കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം എന്താ കുറച്ച് എമൗണ്ടിൽ, അതായത് ഈ ഒരു 0.01 to 0.05% അതിന്റെ ഇടയിൽ ആ ഒരു റേഞ്ചിൽ എന്താണ് നമുക്ക് ഫുഡിനകത്തേക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഓക്കെ, അതിനൊരു എന്താ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഇത്ര സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടില്ല. ദെൻ പറയുന്നത് ഗ്യാലിക് ആസിഡ്. ഗ്യാലിക് ആസിഡിന്റെ കേസിലാണെങ്കിൽ എത്രയാണ്? 0.01%. റെസിൻ ബേസിന്റെ കേസിലാണെങ്കിൽ 0.01%. ആൻഡ് TBHQ എന്താ ബേസിലാണെങ്കിൽ എത്രയാണ്? 0.02%. ഇത്ര വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഫുഡിനകത്തേക്ക് ഇതിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, then dry mixes of rasagullas and vadas may contain butylated hydroxyanisole not exceeding 0.02% calculate on the base of fat content. അതായത് ഇപ്പൊ നമ്മൾ ഡ്രൈ റസഗുലാസ് അല്ലെങ്കിൽ എന്താ ഈ വടയൊക്കെ എടുക്കാന്നുണ്ട്, അതിനകത്ത് നമ്മൾ ഏതിനെ ആഡ് ചെയ്യുന്നുണ്ട്? ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ BHA ആഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ് അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്? 0.02% ആണ്, ബേസ്ഡ് ഓൺ അതിന്റെ ഫാറ്റ് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി flavoring agents also may contain the permitted antioxidants in concentration not exceeding 0.01%. ഇനി ചില ഫ്ലേവറിംഗ് ഏജൻസിനകത്തും എന്താണ് നമ്മൾ ഈ ആന്റി ഓക്സിഡൻസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് എത്രയായിരിക്കും? 0.01% ആയിരിക്കും നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്? ഗീ ആൻഡ് ബട്ടർ. ഗീ ആൻഡ് ബട്ടർ മേ കണ്ടെയ്ൻ BHA ഇൻ എ കോൺസെൻട്രേഷൻ നോട്ട് എക്സീഡിങ് 0.02%. ഗീ ആൻഡ് ബട്ടർ എന്താണ്? ഫാറ്റ് കണ്ടന്റ് ആണ്. അതിനകത്ത് എന്താണ്? ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എത്ര കോൺസെൻട്രേഷനിൽ? 0.02%. എന്താണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എന്താ fat spread may contain BHA or TBHQ in a concentration not exceeding 0.02% ബൈ വെയിറ്റ് ഓൺ ഫാറ്റ് ബേസിസ്. അതായത് ഇപ്പം ഫാറ്റ് സ്പ്രെഡിന്റെ ഒക്കെ കേസിൽ നമ്മൾ BHAയും അല്ലെങ്കിൽ TBHQയും ആഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ് അതിന്റെ പെർസെന്റേജ് പറയുന്നത്? 0.02% ആണ് പറയുന്നത്. ദെൻ പറയുന്നത് റെഡി ടു ഈറ്റ് ഡ്രൈ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്. ഈ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഡ്രൈ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോൺഫ്ലിക്സ് അങ്ങനെയുള്ള സാധനമൊക്കെ, അതിനകത്ത് എന്താണ്? BHAയുടെ കോൺസെൻട്രേഷൻ ഉണ്ട്. പക്ഷെ എത്രയാണ്? 0.005% അല്ലെങ്കിൽ 50 ppm ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ഇൻഫന്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനകത്ത് ലെസിത്തിന്, അസ്കോബൈൽ പാൽമിറ്റേറ്റ് പോലെയുള്ള എന്താണ് ആന്റി ഓക്സിഡൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എത്ര എമൗണ്ടില്? 0.5 gram per 100 ml അല്ലെങ്കിൽ 1 milligram per 100 ml എന്നുള്ള രീതിയിൽ എന്താണ് നമ്മൾ ഇതിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ wherever BHA is used in conjunction with the antioxidant mentioned as items notes 1 to 4 above, the quantity of the mixture shall not exceed the limit of 0.02%. ഇനി നമ്മൾ എവിടെയാണ് ഈ BHA ഇനി ആഡ് ചെയ്യുന്നത്? ഏത്? നമ്മുടെ ആദ്യത്തെ ആ ഡോഡക്കിൽ ഗാലറ്റ് ഒക്കെ പറഞ്ഞ ആ ഒരു റേഞ്ച് 1 to 4, ആ ഒരു റേഞ്ചിൽ എവിടെയാണോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിനെ നമ്മൾ ബ്യൂട്ടൈലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻ വിച്ച് കൺജക്ഷൻ വിത്ത് ഏതാണ്? നമ്മൾ ഈ പറഞ്ഞ ഈ 1 to 4 അതിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ പെർസെന്റേജ് എത്ര ആയിരിക്കും? 0.02% തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ആന്റി ഓക്സിഡൻസിന്റെ ലിമിറ്റ്, നമുക്ക് എന്താ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത്? പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ പ്രിസർവേറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, preservatives are substances which when added to food retard, inhibit or arrest the activity of microorganisms such as fermentation, acidification and decomposition of foods. So preservatives എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനകത്ത് എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫെർമെന്റേഷൻ, ആസിഡിഫിക്കേഷൻ, ഡീകമ്പോസിഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത്? പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഇന്ത്യയിൽ നമ്മുടെ ഈ പ്രിസർവേറ്റീവ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ക്ലാസ് 1 പ്രിസർവേറ്റീവ്സും ക്ലാസ് 2 പ്രിസർവേറ്റീവ്സും. ഓക്കെ, ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? നാച്ചുറൽ പ്രിസർവേറ്റീവ്സ്. ക്ലാസ് 1 പ്രിസർവേറ്റീവ്സിനെ നമ്മൾ എന്തെന്നും പറയാറുണ്ട്? നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതിനകത്ത് ഏതൊക്കെ വരും? കോമൺ സോൾട്ട്, ഷുഗർ, ഡെക്സ്ട്രോസ്, ഗ്ലൂക്കോസ് സിറപ്പ്, സ്പൈസസ്, പിന്നെന്താ വിനേഗർ ഓർ അസിറ്റിക് ആസിഡ്, ഹണി, എഡിബിൾ വെജിറ്റബിൾ ഓയിൽസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സിനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ക്ലാസ് 1 പ്രിസർവേറ്റീവ്സിനകത്ത് വരുന്നതാണ്.
ഇനി ക്ലാസ് 2 പ്രിസർവേറ്റീവ്സിന്റെ കേസിൽ ആരൊക്കെയാ വരുന്നത്? ബെൻസോയിക് ആസിഡ് ലൈക്ക് അതിന്റെ സോൾട്സ്, പിന്നെ സൾഫറസ് ആസിഡ്, നൈട്രേറ്റ്സ് ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം, സോർബിക് ആസിഡ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം സോൾട്സ്, പ്രൊപ്പിയോണിക് ആസിഡ് ഇൻക്ലൂഡിംഗ് കാൽഷ്യം, സോഡിയം സോൾട്സ് ആൻഡ് എസ്റ്റേഴ്സ്, പിന്നെ ലാക്ടിക് ആസിഡ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം സോൾട്സ്, ആസിഡ് കാൽഷ്യം ഫോസ്ഫേറ്റ്, നൈസിൻ, സോഡിയം ഡൈഅസിറ്റേറ്റ്, ദെൻ മീഥൈൽ ഓർ പ്രൊപ്പൈൽ പാരാഹൈഡ്രോക്സി ബെൻസോയിക്. ഇതൊക്കെ എന്താണ്? പേര് കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡിനകത്തൊക്കെയുള്ള എന്താണ്? പ്രിസർവേറ്റീവ്സ് ആണ്. ഓക്കെ, ഒരു പരിധിവരെ നല്ലതും എന്നാൽ അളവിൽ കൂടുതലായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചീത്തയായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് എന്ത് നമ്മളീ പറഞ്ഞതൊക്കെ. ഓക്കെ, the use of class 2 preservatives is restricted to only certain foods, and the amount of preservatives which can be added to these foods is also specified under the FSS rules. So, food standard റൂൾസിന്റെ ബേസിലാണ് എന്ത് നമ്മൾ ഈ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഒക്കെ എത്രമാത്രം എന്താ നമ്മുടെ ഫുഡിനകത്ത് വരാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് നമ്മുടെ ഫുഡിനകത്ത് ആഡ് ചെയ്യുന്നതിന് സർട്ടൻ ലിമിറ്റ്സ് ഉണ്ട്. അതായത് ഒരു ലിമിറ്റിൽ കൂടുതൽ എന്താണ് ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഫുഡിനകത്ത് എക്സീഡ് ചെയ്യാൻ പാടില്ല. Okay. Also, the presence of class 2 preservatives in any food has to be declared on the packing of a food. So, നമ്മളിപ്പോൾ ഒരു ഫുഡിനകത്ത് ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് നമ്മൾ ഫുഡിനകത്ത് കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പാക്കിങ്ങിനകത്ത് കാണിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എന്താണ് അതിനകത്ത് കാണിച്ചിരിക്കണം. ഏതാണ് അതിന്റെ നമ്പർ, അല്ലെങ്കിൽ അതിന്റെ എന്താ ഇന്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റം വഴി അതിന് നമ്മളൊരു ഈ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ നമ്പർ എങ്കിലും നമ്മൾ എന്താ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, use of more than one class 2 preservative in a food is prohibited unless specified under the rules. ഇനി ഒന്നിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് നമ്മൾ ഒരു ഫുഡിനകത്ത് തന്നെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അത് എന്താണ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. Okay, for instance, sulfur dioxide and benzoic acid can be added in the proportion of 40 parts per million and 200 parts per million respectively in some foods like jam, marmalades and preservatives. So, sulfur dioxide, benzoic acid പോലുള്ള പ്രിസർവേറ്റീവ്സിനെ നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്രയാണ്? ഒരു 40 parts per million അല്ലെങ്കിൽ 200 ppm എന്ന രീതിയിലാണ് എന്ത് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നത്. If both preservatives are used in combination and the proportion of sulfur dioxide is 20 parts per million, the proportion of benzoic acid shall not exceed 100 parts per million. Okay. ഇനി ഈ രണ്ട് പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ ഇപ്പം എന്താ സൾഫർ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 20 ആണെങ്കിൽ ബെൻസോയിക് ആസിഡ് കോൺസെൻട്രേഷൻ എത്ര ആയിരിക്കണം? 100 ആയിരിക്കണം, നേരെ ഹാഫ് ആയിരിക്കണം. ഓക്കെ, രണ്ടും ഒരേ രീതിയിൽ 1:1 റേഷ്യോയിലേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഇത് 40 ആണെങ്കിൽ മറ്റേത് എത്ര ആയിരിക്കണം? കൃത്യം ഒരു 200 ആയിരിക്കണം. ഹാഫ് എടുക്കാന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും ഹാഫ് എടുത്തിട്ട് മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി പറയുന്നത് എന്താ? ഓരോ പ്രിസർവേറ്റീവ്സിനെ കുറിച്ചാണ്. ഓക്കെ, ആ ഓരോ പ്രിസർവേറ്റീവ്സ് കഴിയുമ്പോൾ അതിന്റെ പെർമിറ്റഡ് വാല്യൂസ് പറയുന്നുണ്ട്. സോ ആദ്യം പറയുന്നത് എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ബൈസൾഫേറ്റ്സ് ഓർ സൾഫേറ്റ്സ്. ഈ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് സൾഫേറ്റ്സ് ആസ് എ സോഴ്സ് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ് ഹാസ് ബീൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ് ഇൻ ഫുഡ്സ് ഫോർ ക്വൈറ്റ് സം ടൈം നൗ. സോ കുറച്ച് നാളായിട്ട് നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് എന്ത്? ഈ സൾഫൈറ്റ്സ് എന്ന് പറയുന്നത്. Okay, they are effective, versatile and economical additive which are used as antimicrobials in the preservation of a number of food items. അതായത് ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസിനകത്തൊക്കെ എന്താണ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര്? ഈ സൾഫർ ഡൈ ഓക്സൈഡ് സൾഫൈറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ജാം, ജെല്ലി, മാർമലേഡ്സ്, ഫ്രൂട്ട് പൾപ്പ് പോലെയുള്ളതിനകത്തൊക്കെ എന്താ ഇൻക്ലൂഡിങ് ആൽക്കഹോളിക് ബിവറേജസ് ആൻഡ് കൺഫെക്ഷനറീസ് എല്ലാത്തിന്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ സൾഫൈറ്റ്സ് എന്ന് പറയുന്നത്. Okay, they are also used as bleaching agents in the refining of sugar, as antimicrobial agents to control enzymatic and non-enzymatic browning reactions in dehydrated fruits and vegetables and to provide protection against oxidative reactions. ഓക്കെ, അതുകൂടാതെ ഇവരെ എന്താണ് നമ്മൾ ഫുഡിനകത്ത് ബ്ലീച്ചിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഷുഗറിന്റെ ഒക്കെ റിഫൈനിങ്ങിനകത്ത് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട്, ആന്റിമൈക്രോബിയൽ ഏജൻസ് ആയിട്ട്, എന്തിന്? അതിനകത്ത് എൻസൈമാറ്റിക് അല്ലെങ്കിൽ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിന്റെ കേസിൽ, ഡിഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസിൽ, പിന്നെ എന്താ വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിൽ അവർക്ക് ഓക്സിഡേറ്റീവ് റിയാക്ഷൻ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നമ്മൾ ഈ സൾഫൈറ്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇതിന്റെയൊക്കെ കേസിലാണ് they are used as bleaching agents in the refining of sugar as antimicrobial agent to control enzymatic and non-enzymatic browning reaction dehydrated foods. പിന്നെ അതുപോലെ എന്താണ് എന്താ to provide protection against oxidative reactions. Okay, so not only preservation, മറ്റ് ആന്റിമൈക്രോബിയൽ ഏജന്റ് ആയിട്ടും എൻസൈമാറ്റിക് റിയാക്ഷൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതായിട്ടും ഓക്സിഡേറ്റീവ് റിയാക്ഷൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഏജന്റ് ആയിട്ടും നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? സൾഫൈഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് എന്ത്? നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് എന്ന് പറയുന്നത്. നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ these are added as preservatives to particularly meat products like ham, bacon and pickled meat. So ham, bacon, pickled meat പോലുള്ള മീറ്റ് പ്രൊഡക്ട്സിന്റെ കേസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. Okay, they are especially effective against bacteria like Clostridium botulinum and Staphylococcus aureus, which have a long history of causing lethal food poisoning. സോ ഇവര് ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ആരുടെ അടുത്താണ്? ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനം അല്ലെങ്കിൽ സ്റ്റഫിലോകോക്കസ് ഓറിയസ് പോലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ അടുത്താണ് എന്ത്? ഈ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഉള്ളത്. ഇവർ എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്? ഫുഡ് പോയിസണിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ആര്? ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനവും അതുപോലെ തന്നെ എന്താണ് സ്റ്റഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത്. Okay, its preservative action is mainly due to the formation of nitric acid and other oxides of nitrogen, and their action increases with decreasing the pH value. ഇനി ഇവർ എങ്ങനെയാണ് ഇവരുടെ പ്രിസർവേറ്റീവ് ആക്ഷൻ കാണിക്കുന്നത്? ഇവരുടെ പ്രിസർവേറ്റീവ് ആക്ഷൻ കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവർ നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴിയിട്ടാണ്. ഓക്കെ, അത് അവരെന്ത് ചെയ്യും? നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതുവഴി എന്താണ് അവരുടെ ഫുഡിനകത്ത് പി എച്ച്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പ്രോഡക്റ്റിനകത്ത് പി എച്ച് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ ഫുഡിനകത്ത് പി എച്ച് എത്ര കുറവാണോ, കുറവെങ്കിൽ മാത്രമേ ഈ നമ്മുടെ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സിന് എഫക്റ്റീവ് ആയിട്ട് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, then nitrates are more effective when they are used in combination with common salt. നൈട്രേറ്റ്സ് വളരെയധികം എഫക്റ്റീവ് ആകുന്നത് ഏത് കേസിലാണ്? അവരെ നമ്മൾ കോമൺ സോൾട്ടിന് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്, അതായത് ഉപ്പും നൈട്രേറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അവർ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുന്നത്. ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ്സ് imparts the characteristic pink color to meat apart from protecting its flavor. പിന്നെ നൈട്രേറ്റ്സ് നമ്മൾ മീറ്റിന്റെ ഒക്കെ കേസിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ നൈട്രേറ്റ്സിനെ നമ്മൾ മീറ്റിന്റെ ഒക്കെ കേസിൽ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ്? കളറ് അവർക്ക് എന്താ ആന്റി മൈക്രോബ് അല്ലെങ്കിൽ എന്താ പ്രിസർവേറ്റീവ് ആക്ഷൻ കാണിക്കും. അതിന്റെ കൂടെ തന്നെ എന്തും കാണിക്കും? അവർ എന്തായിട്ടും കൂടെ ആക്ട് ചെയ്യും? അവർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കളർ, ഒരു പിങ്ക് കളർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഓൾസോ ഡിലേസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓഫ് ഫ്ലേവർ ഡ്യൂറിങ് സ്റ്റോറേജ്. അതെന്താണ്? അപ്പൊ ഇതിനകത്ത് എന്താ ഓഫ് ഫ്ലേവർ ഉണ്ടാവുന്നത്? സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഓഫ് ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ അതിനെ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ആർ ഹൗവർ നോട്ട് പെർമിറ്റഡ് ടു ബി ആഡഡ് ടു എനി ഇൻഫന്റ് ഫുഡ്സ്. പിന്നെ നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്താലും ഇൻഫന്റ് ഫുഡ്സിലൊക്കെ ഇതിന് യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഈ നൈട്രേറ്റ്സും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇൻഫന്റ്സിന്റെ ഫുഡിനകത്ത് എന്താണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യില്ല. കാരണം അവർക്ക് എന്താണ്? അവർക്ക് ആ ഒരു റെസിസ്റ്റീവ് പവർ ഭയങ്കര കുറവാണ്, കൊച്ചുകുട്ടികളാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈവൻ ഇത് വഴി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായാലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ കുട്ടികളുടെ കേസിൽ അതില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇൻഫന്റ് ഫുഡ്സിൽ ഇത് യൂസ് ചെയ്യാത്തത്. അടുത്തതാണ് എന്ത്? ബെൻസോയിക് ആസിഡ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്നത്. ബെൻസോയിക് ആസിഡ്സ് ആൻഡ് സോൾട്സ് എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ മെയിൻലി യൂസ് ടു പ്രൊട്ടക്ട് ഫുഡ്സ് അഗേൻസ്റ്റ് ഈസ്റ്റ് ആൻഡ് മോൾഡ്. ഈസ്റ്റിൽ നിന്നും മോൾഡിൽ നിന്നും ഒക്കെ ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ബെൻസോയിക് ആസിഡ്സ് ആൻഡ് സോൾട്സിനെ യൂസ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് വെരി എഫക്റ്റീവ് അഗേൻസ്റ്റ് ബാക്ടീരിയ, ഹൗ ടു ബി യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സൾഫർ ഡൈ ഓക്സൈഡ് ഇൻ ഫുഡ്സ് പ്രോൺ ടു സ്പോയിലേജ് ബൈ ബാക്ടീരിയ. അവരെന്താണ്? അവർ പ്രിസർവേറ്റീവ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും, പക്ഷെ അത്ര എഫക്റ്റീവ് ആക്ഷൻ ഒന്നും കാണിക്കില്ല. ഇനി അവർ നല്ല ആക്ഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ ആരുമായിട്ട് ഇൻ കോമ്പിനേഷൻ ഇവരെ യൂസ് ചെയ്യണം? സൾഫർ ഡൈ ഓക്സൈഡ് ഇൻ കോമ്പിനേഷൻ ആയിട്ട് ഇവരെ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് നല്ല ബാക്ടീരിയ സ്പോയിലേജ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫുഡിന്റെ കേസിൽ സൾഫർ ഡൈ ഓക്സൈഡ് പ്ലസ് ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ അതിന്റെ സോൾട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. Benzoic acid is used in squashes, fruit syrups, cordials, juices, jams, marmalades, preserves, sweet and ready-to-serve beverages, pickles, chutney, sauces,
ടൊമാറ്റോ പ്യൂരി ആൻഡ് പേസ്റ്റ് ആൻഡ് ഫാറ്റ് സ്പ്രെഡ്. സോ എന്താണ് നമ്മൾ ഈ ബെൻസോയിക് ആസിഡ്സിനെ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് സിറപ്പില്, കോർഡിയൽസില്, ജ്യൂസ്, ജാം, മാർമലേറ്റ്സ് പോലെയുള്ള ഓവറോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫുഡ് പ്രോഡക്ട്സിനും നമ്മൾ എന്താണ് ഈ ബെൻസോയിക് ആസിഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ഇൻക്രീസസ് വിത്ത് ദ ലോവറിംഗ് ഓഫ് പി എച്ച് ആൻഡ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ബിലോ ദ പി എച്ച് ഓഫ് 4.5. ആൻഡ് ഇതിന്റെ എഫക്റ്റീവ്നെസ്സും എന്താണ് നമ്മുടെ എന്താ സൾഫർ ഡൈ ഓക്സൈഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ എന്താണ് പി എച്ച് കുറയുന്നതിനനുസരിച്ചാണ് എന്ത് സോറി നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ പി എച്ച് കുറയുമ്പോഴാണ് ഇത് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പം പി എച്ച് ഒരു 4.5 റേഞ്ചിലേക്കൊക്കെ കുറയുമ്പോഴായിരിക്കും എന്ത് നമ്മുടെ ഈ ഒരു ബെൻസോയിക് ആസിഡിന്റെ ആക്ഷനും എന്താണ് കൂടുതലാവുന്നത്. ദെൻ അടുത്തതാണ് എന്ത് സോബിക് ആസിഡ്. സോബിക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട്സ് പറയുന്നത് എന്താണ്? ദീസ് ആർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് മോൾഡ്, ഈസ്റ്റ് ആൻഡ് മെനി ബാക്ടീരിയ. ഈ നമ്മുടെ സോബിക് ആസിഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെ എഗെയിൻസ്റ്റ് എഫക്റ്റീവ് ആണ്? മോൾഡ്, ഈസ്റ്റ്, ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ സോബിക് ആസിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ആസ് എ പ്രിസർവേറ്റീവ് ദാൻ പ്രൊപ്പിയോണേറ്റ്സ് ആൻഡ് ബെൻസോയേറ്റ്സ് അറ്റ് ഹയർ പി എച്ച് വാല്യൂസ് and therefore it is widely used for bakery and confectionery products like cakes, fillings, food chocolates, and various types of cheeses, cheese spreads, and fat spread, paneer, and ready-to-eat preservatives, chapatis, etc. So, ഇതെന്താണ്? It is more effective as a preservative. അതായത് പ്രിസർവേറ്റീവിനേക്കാളും ലൈക്ക് എന്താ പ്രൊപ്പിയോണേറ്റ്സ്, ബെൻസോയിറ്റ്സ് പോലെയുള്ള പ്രിസർവേറ്റീവ്സിനെക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് എന്ത് സോബിക് ആസിഡ് സോൾട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഹൈ പി എച്ചില്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ബേക്കറി ആൻഡ് കൺഫെക്ഷൻ പ്രൊഡക്ട്സിനകത്തൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സോർബിക് ആസിഡ്സ് ആൻഡ് സോൾട്ട്സിനെയാണ്. These are also used in the preservation of fermented vegetable products and vegetable pickled in vinegar. അതുപോലെ തന്നെ ഫെർമെന്റഡ് വെജിറ്റബിൾ പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ എന്താ ഈ വിനെഗറിനകത്ത് എന്താ പിക്കിൾ ചെയ്തിട്ട് വെജിറ്റബിൾസിന്റെ ഒക്കെ സ്പോയിലേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രസൻസ് ഇൻഹിബിറ്റ്സ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ സ്ലൈറ്റ്ലി ബട്ട് സപ്രസസ് ദ ഗ്രോത്ത് ഓഫ് ഫിലിം ഫോമിംഗ് ഈസ്റ്റ് ആൻഡ് മോൾഡ്. സോ ഇതിന്റെ പ്രസൻസ് എന്താണ് ഈ ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനെ ഒക്കെ എന്താണ് സപ്രസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് അതുപോലെ എന്താണ് നമ്മൾ ഈ ഇതിനകത്തൊക്കെ നമ്മുടെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് മേളിലൊരു ഫിലിം ഫോം ചെയ്യില്ല, ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ അതിന്റെ മേളിൽ ഫിലിം ഫോം ചെയ്യില്ല. അങ്ങനെ ഫിലിം ഫോർമേഷനൊക്കെ എന്താണ് ഇത് സപ്രസ് ചെയ്യും എന്താ നമ്മുടെ സോബിക് ആസിഡ് അല്ലെങ്കിൽ അതിന്റെ സോൾട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിസർവേറ്റീവ്സും അതിന്റെ ഐഎൻഎസ് നമ്പറും അത് ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സിനകത്താണ് യൂസ് ചെയ്യുന്നത് അതിന്റെ മാക്സിമം ലിമിറ്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, സോ സോഡിയം ബെൻസോയേറ്റിന്റെ ഇന്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ നമ്പറിംഗ് സിസ്റ്റം വഴി ഇതിന്റെ നമ്പർ എത്രയാണ്? 211 ആണ് എന്ത് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് നമ്പർ. അത് എവിടേക്കാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രൂട്ട് ജ്യൂസസ്, ജാം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിക്കിൾസിന്റെ ഒക്കെ കേസാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1000 to 2000 ppm ആണ്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ആന്റി മൈക്രോബിയൽ ഏജന്റ് ആയിട്ടും ആന്റി ഫംഗൽ ഏജന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നത് പൊട്ടാസ്യം സോർബേറ്റ്. പൊട്ടാസ്യം സോർബേറ്റിന്റെ എന്താ INS നമ്പർ എത്രയാണ്? 202. അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ചീസ്, ഫ്രൂട്ട് ജ്യൂസസ്, ബേക്ക്ഡ് ഗുഡ്സ്, അതൊക്കെയാണ് എന്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ppm ആണ് അതിന്റെ മാക്സിമം ലിമിറ്റ്. ആൻഡ് വിച്ച് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മോൾഡ് ആൻഡ് ഈസ്റ്റ്. അതെന്താണ് നമ്മുടെ ഫുഡിനകത്ത് മോൾഡിന്റെ ഈസ്റ്റിന്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത് കാൽഷ്യം പ്രൊപ്പിയോണേറ്റ്സ്. കാൽഷ്യം പ്രൊപ്പിയോണേറ്റ്സിന്റെ NS നമ്പർ എന്ന് പറയുന്നത് 282 ആണ്. അത് എവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബ്രെഡ്, ബേക്കറിയില്, പിന്നെന്താ ബേക്കറി പ്രൊഡക്ട്സ് ആൻഡ് കൺഫെക്ഷണറീസിലൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5000 ppm ആണ് ഇതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇൻഹിബിറ്റ്സ് മോൾഡ് ആൻഡ് ബാക്ടീരിയ. അത് മോൾഡിന്റെ ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ INS നമ്പർ എത്രയാണ്? 220 ആണ് അതിന്റെ INS നമ്പർ. അത് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡ്രൈഡ് ഫ്രൂട്ട്സിനകത്ത്, ഷുഗർ സിറപ്പിനകത്ത്, ജ്യൂസസിനകത്ത്, വൈൻസിനകത്തൊക്കെയാണ് എന്ത് നമ്മൾ ഈ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 to 2000 ppm ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് കൈൻഡ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അത് നമ്മുടെ ഫുഡിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഫുഡിനകത്ത് എന്താണ് ഈ എന്താ ഷുഗർ സിറപ്സ് ഒക്കെ, അപ്പൊ അതിനകത്ത് ബ്രൗണിങ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിനെ ഇത് പ്രിവെന്റ് ചെയ്യും.
ദെൻ സോഡിയം നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്, അതിന്റെ എത്രയാണ്? നൈട്രേറ്റ് ആണെങ്കിൽ 250, നൈട്രേറ്റ് ആണെങ്കിൽ 251. ഓക്കെ, ക്യോർ മീറ്റ്സിനകത്ത് സോസേജസിനകത്തൊക്കെയാണ് എന്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 125 to 200 ആണ് എന്ത് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് പ്രിവെന്റ്സ് ബോട്ട്ലിസം ആൻഡ് കളർ ഫിക്സ്. ഈ ഫുഡിനകത്ത് എന്താ ക്ലോസ്ട്രീഡിയം ബോട്ടം പോലുള്ള മൈക്രോ ഓർഗാനിസംസ് അതിന്റെ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ അതിന്റെ ആക്ഷൻസിനെ ഇത് എന്ത് ചെയ്യും? ഇത് പ്രിവെന്റ് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ എന്ത് പറ്റും നമുക്ക്? എന്താ ഇപ്പം മീറ്റിന്റെ ഒക്കെ കേസിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പിങ്ക് കളർ അല്ലെങ്കിൽ ആ റെഡ് കളർ അങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യും? നൈട്രേറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നതാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിന്റെ എന്താ ഈ നമ്പർ എന്ന് പറയുന്നത് 210 ആണ്. അത് ബിവറേജസിനകത്ത്, സോസസിനകത്ത്, പിക്കിൾസിനകത്തൊക്കെയാണ് നമ്മൾ കോമൺലി ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ആക്ട്സ് ആൻ ആന്റി മൈക്രോബിയൽ ഏജന്റ്. അതൊരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പറയുന്നതാണ് സോബിക് ആസിഡ്. സോബിക് ആസിഡിന്റെ INS നമ്പർ എന്ന് പറയുന്നത് 200 ആണ്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഡയറിയില്, ബിവറേജസില്, ക്യാൻഡ് ഫുഡ്സിനകത്തൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 100 ആണ്, 1000 ppm ആണ്. ആൻഡ് ഇൻഹിബിറ്റ്സ് മോൾഡ് ആൻഡ് ഈസ്റ്റ്. മോൾഡിന്റെ ഈസ്റ്റിന്റെ ഒക്കെ ഗ്രോത്തിനെ ഇത് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നത് പ്രൊപ്പിയോണിക് ആസിഡ്. പ്രൊപ്പിയോണിക് ആസിഡ് എത്രയാണ്? 280 ആണ് അതിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത്. അത് ഇതിനകത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബേക്കറി ഐറ്റംസ്, ചീസ്, അതിനകത്തൊക്കെയാണ് പ്രൊപ്പിയോണിക് ആസിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ മാക്സിമം പെർമിറ്റഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1000 to 3000 ppm ആണ്. അത് മോൾഡിന്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഗ്രോത്തിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രിസർവേറ്റീവ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ എന്താ പെർമിറ്റഡ് യൂസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ ലിമിറ്റ്സ് പറയുന്നതിനേക്കാൾ ഇത് എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറയാന്ന് കരുതിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത് കേട്ടോ. ദെൻ അടുത്തതാണ് എന്ത്? ഫുഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ഫുഡ് കളേഴ്സ് നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യുന്നതിന് കുറച്ച് പർപ്പസ് ഉണ്ട്. ഓക്കെ, എന്തിനാണ്? ടു എൻഹാൻസ് കളേഴ്സ് ദാറ്റ് ഒക്കെ നാച്ചുറലി ബട്ട് ലെവൽസ് വീക്കർ ദാൻ ദോസ് യൂഷ്വലി അസോസിയേറ്റ് വിത്ത് എ ഗിവൺ ഫുഡ് ടു പ്രൊവൈഡ് എ കളർഫുൾ ഐഡന്റിറ്റി ടു ഫുഡ്സ് ദാറ്റ് വുഡ് അതർവൈസ് ബി വെർച്വലി കളർലെസ്. ഇപ്പം ചില ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത് എന്താ? ചില ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളർ ഡിം ആവും. ഓക്കെ, സോ അങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റിനൊക്കെ കേസിൽ അതിനെന്താണ് കളർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ഫുഡ് പ്രൊഡക്ട്സിനൊക്കെ എന്താണ്? കളർലെസ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം കളർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവും. ഓക്കെ, ഇപ്പം എന്താ നമ്മുടെ കടയിൽ കുറെ ലഡു ഇരിപ്പുണ്ട്, പച്ചയും മഞ്ഞയും എന്താ ഓറഞ്ചും, അങ്ങനെ പല ടൈപ്പ് ലഡുസ് ഇരിപ്പുണ്ട്. നമ്മൾ ലഡു എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് പച്ച ലഡു എന്ന് പറയുമ്പോൾ എന്താ അവർക്ക് നമ്മൾ ആ ഫുഡ് പ്രോഡക്റ്റിന് ഒരു ഐഡന്റിറ്റി കൊടുക്കുക, അപ്പൊ പച്ച അവർ എടുത്തു തരും. ഓക്കെ, അങ്ങനെ സോ അതിനൊരു ആ ഒരു കളർലെസ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റിന് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ടു പ്രൊട്ടക്ട് ന്യൂട്രിയൻസ് സച്ച് ആസ് വൈറ്റമിൻസ് ആൻഡ് ഫ്ലേവേഴ്സ് ദാറ്റ് മേ ബി അഫക്റ്റഡ് ബൈ സൺലൈറ്റ്. ചില എന്താ വൈറ്റമിൻസ് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് അതൊക്കെ എന്താണ് സൺലൈറ്റ് ആയിട്ട് അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ സൺലൈറ്റ് വരുമ്പോൾ എന്താവും? ഇതിന് ഡാമേജ് ഉണ്ടാവും. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ടു പ്രൊവൈഡ് ആൻ അപ്പീലിംഗ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഒരു വെറൈറ്റി ഓഫ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ദിവസവും ഒരേ കളറോ ഫുഡ് മെറ്റീരിയൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഒരു കുറച്ചൊരു വെറൈറ്റി, കൺസ്യൂമേഴ്സിന് ഒരു ചേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്താ നമ്മൾ ഫുഡ് കളേഴ്സ് യൂസ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ എന്താ? ടു കോമ്പൻസേറ്റ് ഫോർ നാച്ചുറൽ ഓർ സീസണൽ വേരിയേഷൻസ് ഇൻ ഫുഡ് റോ മെറ്റീരിയൽ ഓർ എഫക്ട്സ് ഓഫ് പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ്. ഇപ്പൊ നമ്മൾ ഫുഡിനകത്ത് ചിലപ്പോൾ അതിന്റെ പ്രോസസിങ് അല്ലെങ്കിൽ സ്റ്റോറേജ് വഴി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരാം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ ടു മീറ്റ് കൺസ്യൂമർ എക്സ്പെക്ടേഷൻസ്. കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷൻസിനെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ്? നമ്മൾ ഫുഡ് കളേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഫുഡ് കളേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് എന്താണ്? അവർക്ക് അതിൻ്റെതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. The coloring matter in foods can be broadly classified into two groups. നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്യുന്ന ഫുഡ് കളറിൻസിനെ എന്താണ്? രണ്ടായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്. എങ്ങനെ? നാച്ചുറൽ കളേഴ്സും ഉണ്ട്, സിന്തറ്റിക് കളേഴ്സും ഉണ്ട്. ഓക്കെ, നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഹാവ് ബീൻ ഇൻ യൂസ് ഫോർ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ് എന്ത്? നാച്ചുറൽ ഫുഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന നാച്ചുറൽ ഫുഡ് കളർ ആണ് എന്ത്? നമ്മുടെ കുർക്കുമിൻ അല്ലെങ്കിൽ ടെർമറിക്കിനകത്തുള്ള മഞ്ഞ, അതിനൊരു മഞ്ഞ കളർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? കുർക്കുമിൻ എന്ന് പറയുന്നത്. Among the natural coloring matters which may be used, caramel may be used without label declaration.
സോ നമ്മളിപ്പോൾ നാച്ചുറൽ കളറിങ് ഏജൻസ് ആണെങ്കിലും സിന്തറ്റിക് കളറിങ് ഏജൻസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ മെൻഷൻ ചെയ്യണം. പക്ഷെ ക്യാരമൽ യൂസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ മെൻഷനും ലേബലിംഗും ഒന്നും ആവശ്യമില്ല. The other natural coloring matters which are permitted are listed herewith, and addition of these has to be declared on the label. So ഇതാണ് എന്ത് നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താ ഫുഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ എന്താ നമ്മൾ ലേബൽ ചെയ്യണം. ഇത് കൂടാതെ ഇനി ഇടാം. ആൻഡ് ദീസ് കളേഴ്സ് മേ ബി ഐസൊലേറ്റഡ് ഫ്രം നാച്ചുറൽ സോഴ്സ് ഓർ മേ ബി സിന്തസൈസ്ഡ്. ഇവർ എന്താണ് നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തതുകൊണ്ട് അല്ലാണ്ട് എന്താ നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്തതും ഉണ്ട്. ഓക്കെ, സോ ഏതൊക്കെയാണ്? ബീറ്റ കരോട്ടിൻ, ബീറ്റ അപ്പോയിറ്റ് കരോട്ടിനാൽ, മീഥൈൽ എസ്റ്റർ ഓഫ് ബീറ്റ അപ്പോയിറ്റ് കരോട്ടിനിക് ആസിഡ്, ഈഥൈൽ എസ്റ്റേഴ്സ് ഓഫ് ബീറ്റ അപ്പോയിറ്റ് കരോട്ടിനിക് ആസിഡ്, കാത്താസാന്തിൻ, ക്ലോറോഫിൽ, റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ എന്താണ് ലാക്ടോഫ്ലേവിൻ, കാരമൽ, അനാറ്റോ, സാഫ്രൺ, കുർക്കുമിൻ, ടർമറിക്. ഇതൊക്കെ എന്താണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫുഡിനകത്ത് കാണുന്ന, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താ കളറിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് ഇനോർഗാനിക് കളറിംഗ് മാറ്റേഴ്സ്. ഇനോർഗാനിക് കളേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവരെന്താണ്? ഇനോർഗാനിക് കളറിംഗ് മാറ്റർ ഓർ പിഗ്മെന്റ്സ് ആർ നോട്ട് അലൗഡ് ടു ബി ആഡഡ് ടു എനി ഫുഡ് എക്സെപ്റ്റ് titanium dioxide, which is permitted to be added to chewing gum and powdered soft drinks concentrates which fruit beverages drink up to maximum limit of 1% to 0.01% respectively. So inorganic നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിംഗ് ഏജൻസിന് അങ്ങനെ ലേബൽ വേണം, പക്ഷെ അതെന്താണ് അത് അത്ര ഹാം എഫക്ട്സ് ഒന്നും കോസ് ചെയ്യില്ല. പക്ഷെ ഇനോർഗാനിക് കളർ മാറ്റേഴ്സ് അല്ലെങ്കിൽ പിഗ്മെന്റ്സ് എന്താണ് നമുക്ക് ഫുഡിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ലേബലും കാര്യങ്ങളും അത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ ടൈറ്റാനിയം ഡയോക്സൈഡ്, അത് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ച്യൂയിങ്കത്തിനകത്ത് അല്ലെങ്കിൽ എന്താ സോഫ്റ്റ് ഡ്രിങ്ക്സ് കോൺസെൻട്രേഷനകത്തൊക്കെ എന്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. അതും ഫുഡ് ഗ്രേഡ്, അത് ഓർത്തോണം. ടൈറ്റാനിയം ഡയോക്സൈഡ് ഫുഡ് ഗ്രേഡ് ആണ്, അത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എത്രയായിരിക്കും അതിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത്? 1% to 0.01% ആണ് എന്ത് അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ആണ്. എന്താ അതിന്റെ കളർ ഇൻഡെക്സും അതിന്റെ കെമിക്കൽ ക്ലാസും ആണ്. ഓക്കെ, ഇപ്പം റെഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പോൺസിയോ 4R ഉണ്ട്, അല്ലെങ്കിൽ കർമോസിൻ ഉണ്ട്, എറിത്രോസിൻ ഉണ്ട്. ഇവർ മൂന്നും എന്താണ് റെഡിന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. അവർ എന്തിനാണ് വേരി ചെയ്യുന്നത്? അതിന്റെ ഷെയ്ഡ്സിലാണ് അവർ വേരി ചെയ്യുന്നത്. അതിൽ എന്താ പോൺക്യൂ 4R എന്ന് പറയുന്നത് എന്താണ് അസോഡൈ ആണ്. ബാക്കി എന്താ കർമോസിൻ എന്ന് പറയുന്നതും അസോയാണ്. എറിത്രോസിൻ എന്ന് പറയുന്നത് എന്താണ് സാന്തീൻ ആണ്. ഓക്കെ, ഇനി യെല്ലോയുടെ കേസിൽ വരുമ്പോൾ ടാട്രാസിനും സൺസെറ്റ് യെല്ലോയും ഉണ്ട്. ഇത് രണ്ടും എന്താണ്? രണ്ടും യെല്ലോ കളർ തന്നെയാണ്. ടാട്രാസിൻ എന്ന് പറയുന്നത് പൈറോസോണോളും എന്താ സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്നത് അസോയും ആയിരിക്കും. ഓക്കെ, ബ്ലൂവിന്റെ കേസിൽ ഇൻഡിഗോ കാമിനും ബ്രില്യൻ ബ്ലൂ ഉണ്ട്, നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇൻഡിഗോ കാമിൻ എന്ന് പറയുന്നത് ഇൻഡിഗോ ഇടും, ബ്രില്യൻ ബ്ലൂ എന്ന് പറയുന്നത് എന്താ ട്രൈ അറൈൽ മീത്തേനും ആണ് അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയാം. ഓക്കെ, ഗ്രീനിന്റെ കേസിൽ ഫസ്റ്റ് ഗ്രീൻ ഉണ്ട്, അത് ട്രൈ അറൈൽ മീത്തേൻ ഇൻ ദ കേസ് ക്ലാസിഫിക്കേഷൻ ക്ലാസ്സിലാണ് എന്ത് നമ്മുടെ ഗ്രീൻ കളർ ആർട്ടിഫിഷ്യൽ കളർ വരുന്നത്. ഓക്കെ, ഇതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. അതിപ്പം നാച്ചുറൽ ആണെങ്കിലും അതെ സിന്തറ്റിക് ആണെങ്കിലും അതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സും എന്താണ് അതിന്റെ മാക്സിമം ലിമിറ്റും. ഓക്കെ, ഇപ്പം ഏതാണ് കുർക്കുമിൻ? കുർക്കുമിൻ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ കളർ ആണ്. അതിന്റെ ഈ നമ്പർ എത്രയാണ്? 100 ആണ്. അത് നാച്ചുറൽ ആണ്. എവിടേക്ക് യൂസ് ചെയ്യും? പിക്കിൾസില്, സോസസില്, ഡയറി പ്രൊഡക്ട്സില്, ബിവറേജസിലൊക്കെയാണ് എന്ത് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതിന്റെ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 100 to 200 milligram per kilogram ആണ് എന്ത് കുർക്കുമിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ടർമറിക്കിൽ നിന്നാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൈബോഫ്ലേവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B2, അതിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത് E101. നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഡയറി പ്രൊഡക്ട്സില്, സീരിയൽസില്, ഡ്രിങ്ക്സിലൊക്കെയാണ് നമ്മൾ എന്ത് കോമൺ ആയിട്ട് ഇതിനെ കാണുന്നത്. ഇത് GMP ആണ്, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് വഴി. അതായത് ഇതിന് ലിമിറ്റ് ഇല്ല, പക്ഷെ നമുക്ക് ഒരു ഇത് കുറച്ച് എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതൊരു വൈറ്റമിൻ ആണ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ക്യാരമൽ കളർ. അത് എത്രയാണ്? E150AD ആണ് എന്ത് അതിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത്. നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ളതാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത്, ബിയറിനകത്ത്, സോസസ്, ബേക്കറിയിലൊക്കെയാണ് എന്ത് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് GMP ആണ്. ഓക്കെ, അത് ക്ലാസ് 1 to 4 ടൈപ്സിന്റെ ആയിട്ട് വരുന്നതാണ് എന്ത് ഈ ക്യാരമൽ എന്ന് പറയുന്നത്. ദെൻ ക്ലോറോഫിൽ.
E140 ആണ് അതിന്റെ ഈ നമ്പർ എന്ന് പറയാം. അത് നാച്ചുറൽ ആണ്. ഐസ്ക്രീംസിനകത്ത്, ക്യാൻഡീസിനകത്ത്, ഡ്രിങ്ക്സിനകത്തൊക്കെ കാണുന്നതാണ് എന്ത് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അത് GMP ആണ്. അതായത് അതും എന്താണ് ഒരു ഇത്ര എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം എന്നേ ഉള്ളൂ. ആൻഡ് ഇത് പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗ്രീൻ പിഗ്മെന്റ് ആണ്. ഓക്കെ. ദെൻ അടുത്തതാണ് ബീറ്റ കെറോട്ടിൻ. ബീറ്റ കെറോട്ടിൻ എത്രയാണ്? അതിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത് E160A ആണ്. നാച്ചുറൽ ആണ്. മാർജറൈനകത്ത്, ചീസിനകത്ത്, ബേക്കറി, ബിവറേജസിനകത്തൊക്കെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അതിന് GMP ആണ്. പെർമിറ്റഡ് ഒരു ലിമിറ്റ് ഇല്ല. അത് പ്രോവൈറ്റമിൻ എയുടെ സോഴ്സ് ആണ് ഈ ബീറ്റ കെറോട്ടിൻ എന്ന് പറയുന്നത്. ദെൻ പറയുന്നതാണ് അനാറ്റോം. അനാറ്റോം എന്ന് പറയുന്നത് അതിന്റെ നമ്പർ എത്രയാണ്? E160B ആണ്. നാച്ചുറൽ ആണ്. ബട്ടർ, ചീസ്, സ്നാക്സിന്റെ ഒക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതും GMP തന്നെയാണ്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് തന്നെയാണ്. അത് എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അനാറ്റോ സീഡ്സിൽ നിന്നാണ് അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ പാപ്രിക്ക എക്സ്ട്രാക്ട്. പാപ്രിക്ക എക്സ്ട്രാക്ടിന്റെ നമ്പർ എത്രയാണ്? E160Z ആണ്. അതും നാച്ചുറൽ ആണ്. പ്രോസസ്ഡ് മീറ്റ് അല്ലെങ്കിൽ സ്നാക്സ്, ഡ്രസ്സിങ്സിനകത്തൊക്കെയാണ് നമ്മൾ പാപ്രിക്ക എക്സ്ട്രാക്ടിന് യൂസ് ചെയ്യുന്നത്. അതും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് തന്നെയാണ്. റെഡ് ആൻഡ് ഓറഞ്ച് പിഗ്മെന്റ് ആണ് ഈ പാപ്രിക്ക എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പറയുന്നത് കാർമൈൻ. കാർമൈൻ അല്ലെങ്കിൽ കുഷിനിയൽ. ഇതെന്താണ്? ഇതിന്റെ നമ്പർ E120 ആണ്. ഇതും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. ഇത് കൺഫെക്ഷണറി അല്ലെങ്കിൽ യോഗർട്ട്, ബിവറേജസിനകത്തൊക്കെയാണ് നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ലിമിറ്റ് എത്രയാണ്? 100 mg/kg ആണ് കർമൈന്റെ ലിമിറ്റ് എന്ന് പറയാം. ഇത് നോൺ വീഗൻ ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് കാർമൈൻ അല്ലെങ്കിൽ കുഷീനിയ എന്ന് പറയാം. ഓക്കെ. ദെൻ പറയുന്നത് സൺസെറ്റ് യെല്ലോ. സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്നതിന്റെ ഈ നമ്പർ എത്രയാണ്? E110 ആണ്. അതൊരു ആർട്ടിഫിഷ്യൽ ആണ്. ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത്, ക്യാൻഡീസിനകത്ത്, ജെല്ലീസിനകത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആസ് പെർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് അതിനെ എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ? 100 to 200 mg/kg ആണ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു സിന്തറ്റിക് അസോ ഡൈ ആണ്. ഓക്കെ. ദെൻ പറയുന്നത് ഏതാണ്? ടെട്രാസിൻ. ടെട്രാസിൻ എന്താണ്? ടെട്രാസിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത് E102. അതൊരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. ക്യാൻഡീസിനകത്ത്, ഡെസേർട്സിനകത്ത്, സ്നാക്സിനകത്തൊക്കെ കാണുന്ന ഒരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ് ടെട്രാസിൻ. അതിന്റെ ലിമിറ്റ് എത്രയാണ്? 100 mg/kg ഇൻ ഇന്ത്യ. ഓക്കെ. യെല്ലോ കളർ ആണ്. അത് നമുക്ക് അലർജി കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബ്രില്യൻ ബ്ലൂ, ദാറ്റ് ഈസ് E133. അതൊരു ആർട്ടിഫിഷ്യൽ ആണ്. ഐസ്ക്രീംസിനകത്ത്, ഡ്രിങ്ക്സിനകത്ത്, ജെല്ലീസിനകത്തൊക്കെയാണ് ഇതിനെ കാണുക. അതിന്റെ ലിമിറ്റ് എത്രയാണ്? 100 mg/kg. ഒരു ബ്ലൂ ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന കളറാണ്. ദെൻ ഇൻഡിഗോ കാർമീൻ, ഇറ്റ്സ് E132. അതൊരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. ക്യാപ്സ്യൂൾസിനകത്ത്, ഐസ്ക്രീംസിനകത്ത്, ക്യാൻഡീസിനകത്തൊക്കെയാണ് നോർമലി നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറ്. ആൻഡ് അതിന്റെ ലിമിറ്റ് എത്രയാണ്? 100 mg/kg. അത് ഡീപ് ബ്ലൂ ഷെയ്ഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തതാണ് എറിത്രോസിൻ. എറിത്രോസിൻ എത്രയാണ്? E127. അതും ഒരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. ചെറീസിനകത്ത്, ബേക്കറിയിൽ, ടോപ്പിംഗ്സിനകത്തൊക്കെയാണ് നമ്മൾ ഇതിനെ കോമൺലി യൂസ് ചെയ്യുന്നത്. എത്രയാണ്? 100 mg/kg ആണ്. പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് യൂസ് ആണ്. ഓക്കെ. റെഡ് കളർ ആണ്. അത് പക്ഷെ തൈറോയിഡ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പോൺസിയോഫോറാർ. അത് എത്രയാണ്? E124 ആണ് അതിന്റെ ഈ നമ്പർ എന്ന് പറയുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. ക്യാൻഡീസ്, ഡെസേർട്സ്, മീറ്റ് പ്രൊഡക്ട്സിനകത്തൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് എത്രയാണ്? 100 mg/kg ആണ് അതിന്റെ പെർമിറ്റഡ് യൂസേജ് പറയുന്നത്. ആൻഡ് റെഡ് കളർ ബാൻഡ് ഇൻ സം കൺട്രീസ്. ഓക്കെ. ദെൻ ഫോസ് ഗ്രീൻ E143. അതൊരു ആർട്ടിഫിഷ്യൽ കളറിംഗ് ഏജന്റ് ആണ്. ഐസ്ക്രീംസിനകത്ത്, ക്യാൻഡി പീസിനകത്ത്, ജെല്ലീസിനകത്തൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 mg/kg. ആൻഡ് സിന്തറ്റിക് ഗ്രീൻ കളർ ആണ് ഫോസ് ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും ചിലർ തൈറോയിഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ചിലർ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ടെട്രാസിന്റെ കേസ് പറഞ്ഞു. സോ ഇത് കൂടാതെ നമുക്ക് ഈ പെർമിറ്റഡ്, നോൺ പെർമിറ്റഡ് ഉള്ള സർട്ടൻ കളേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെറ്റാനിൽ യെല്ലോ. മെറ്റാനിൽ യെല്ലോ എന്ന് പറയുന്ന ടർമറിക്കിനകത്തൊക്കെ കാണുന്ന ഒരു ടർമറിക്കിന് അതിന്റെ യെല്ലോ കളർ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു അഡൾട്രന്റ് ആണ് മെറ്റാനിൽ യെല്ലോ എന്ന് പറയുന്നത്. അത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാം, സ്റ്റൊമക് ഏക്ക്, ടെസ്റ്റിക്കുലർ ഡീജനറേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ പറയുന്നത് മാലക്കൈറ്റ് ഗ്രീൻ. മാലക്കൈറ്റ് ഗ്രീൻ നമ്മൾക്ക് ഗ്രീൻ കളറാണ്. അത് നമ്മളിപ്പം ലാബിലൊക്കെ നമ്മൾ അതിനെ യൂസ് ചെയ്യാറുണ്ട് ഓരോ സ്റ്റെയിനിങ് ടെക്നിക്സിനൊക്കെ വേണ്ടിയിട്ട്. അല്ലാത്ത കേസ് നമ്മൾ അതിനെ ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ്, ബാൻഡ് ആണ്. ലങ്സിലൊക്കെ ട്യൂമർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ബ്രസ്റ്റില്, ഓവറി, ലിവർ ഒക്കെ ട്യൂമർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലിവർ ക്രോമിറ്റ്. അത് അനീമിയ, നമുക്ക് പാരാലിസിസ് അല്ലെങ്കിൽ അബോർഷൻ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു കളറാണ്. ദെൻ റൊഡാമിൻ ബി.
പ്രൊഡാമിൻ ബി എന്ന് പറയുന്നത് സുഡാൻ 3 ആൻഡ് ഒറാമൈൻ. ഇവർ 3 പേര് എന്താണ് പത്തോളജിക്കൽ ലീഷൻസ്, അതായത് നമ്മുടെ കിഡ്നി, സ്പ്ലീൻ, ലിവർ പോലുള്ളതൊക്കെ ലീഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള മുറിവുകളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഈ കപ്പാസിറ്റി ഉള്ള കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് എന്ത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ എന്താ ഇതുവരെ ഏതൊക്കെയാണ് നമ്മുടെ കളറിംഗ് ഏജൻസ് വരെ. ഓക്കെ, സോ നമ്മൾ ഈ പറയപ്പെട്ട ലിമിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓരോ ഇതനുസരിച്ച് മാറി. ഇപ്പം ഇന്ത്യയിൽ ഇത്രയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് പുറത്തൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇത്ര ലിമിറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അത് വേരി ചെയ്യാം, ഡിപെൻഡ്സ് അപ്പോൺ ദ കൺട്രീസ്. ഓക്കെ, ആൻഡ് ഏത് കൈൻഡ് ഓഫ് ഫുഡ് പ്രോഡക്റ്റിലാണ് നമ്മളിത് ഓൾമോസ്റ്റ് ഒരു ലിമിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.